ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ബജറ്റ് അവഗണനയിൽ കേന്ദ്രത്തിനെ കടന്നാക്രമിച്ച നേതാക്കൾ. കേരളത്തോടുള്ള അവഗണന എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുകയാണെന്ന് വിമർശിച്ചു. കേരളത്തിന് ആമയും തേങ്ങയും മാത്രമാണ് കിട്ടിയതെന്ന് പ്രതിപക്ഷം തുറന്നടിച്ചു. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ അവഗണിച്ചത് എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. എയിംസ്, വിഴിഞ്ഞം, റെയിൽവേയുടെ നാഴി തുടങ്ങി കേരളത്തിന്റെ ആവശ്യങ്ങൾ അപ്പാടെ തഴയപ്പെട്ടെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ബജറ്റിൽ നിന്ന് അവതരിപ്പിച്ചതോടെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെയാണ് കരുണാമയുടെ ഏറ്റവും നല്ല ആവാസ കേന്ദ്രം. അത് സംരക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ അതാണ് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് മാത്രം. തമിഴ്നാടിനും കർണാടകത്തിനും അതിവേഗ റെയിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെ തഴഞ്ഞു. പദ്ധതി ലഭിക്കാത്തതിൽ പേരെടുത്ത് പറയാതെ ഇ ശ്രീധരനും വിമർശനം. സംസ്ഥാനത്തെ അവഗണിച്ചതിന് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണമെന്നും മുഖ്യമന്ത്രി. അർദ്ധ അതിവേഗ റെയിലാണ് നമ്മൾ ചോദിച്ചിരുന്നത്. BJP സർക്കാരിന്റെ വക്താവെന്ന രീതിയിൽ ഒരു ബഹുമാന്യ വ്യക്തി അതിവേഗ റെയിൽ സമ്മതിച്ചിരിക്കുന്നുവെന്ന് കേരളത്തോട് വിളിച്ചു പറയുന്ന സ്ഥിതിയുണ്ടായി. എന്തോ വരാൻ പോകുന്നു എന്നൊരു തോന്നൽ ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും ബജറ്റിൽ ഇല്ലെന്ന് UDF കുറ്റപ്പെടുത്തി. ഭാവനാശൂന്യമായ ബജറ്റെന്ന് നേതാക്കൾ. കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം തോന്നി. കാരണം കേരളത്തിനൊന്നുമില്ല, എയിംസും ഇല്ല, അതിവേഗ റെയിൽപാതയും ഇല്ല, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല. കേരളത്തെ ഇത് സാധാരണ പോലെ തന്നെ അവഗണിച്ചു. അതുകൂടാതെ ഈ പറഞ്ഞതുപോലെ ഒരു ആമ പ്രയോഗമുണ്ട്. അതോടുകൂടി അതൊരു അപമാനിക്കലായിപ്പോയി കേരളത്തെ. പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെ ലോക്സഭയിൽ ബജറ്റ് പ്രസംഗത്തിനിടെ കേരളം എന്ന് വിളിച്ച് സംസ്ഥാനത്തു നിന്നുള്ള അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.